അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഡെഡ് എക്കണോമി അഥവാ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ച അതേ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ അതേ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ ട്രംപ് അല്ലെങ്കിൽ അമേരിക്കക്കാരെ കണ്ട് അന്തം വിട്ടു നിൽക്കുന്നത്. ഇന്ത്യയുടെ GDPയുടെ വളർച്ചാ നിരക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ ട്രംപ് നമ്മൾ ഡെഡ് എക്കണോമി എന്ന് വിളിച്ചു. അമേരിക്കൻ താരിഫുകൾ 50% നമുക്ക് അടിച്ചു തന്നു. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ തകർക്കാനായിട്ട് ഇവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ കച്ചവടം നടത്താനും ഇങ്ങോട്ടേക്കുള്ള കയറ്റുമതിയും ഇറക്കുമതിയും എല്ലാം തന്നെ തടയാനുള്ള വലിയ രീതിയിലുള്ള ഒരു പ്ലാൻ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലും 2025-26 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച നേടി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. അതായത് എല്ലാ രാജ്യങ്ങളെക്കാട്ടിലും മുകളിൽ നമ്പർ 1 ആണ് നമ്മുടെ വളർച്ച എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അമേരിക്ക ഇതിൻ്റെ 7 അയലത്ത് പോലുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം 2025-26 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ യഥാർത്ഥ GDP 7.8% വർദ്ധിച്ചതോടുകൂടി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു സ്ഥിരതയുള്ള വളർച്ചാ പാത നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൂടുതലാണ്. കഴിഞ്ഞ വർഷം 6.5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ വർഷം അത് 7.8% ഉയർന്നിരിക്കുന്നു. നാമമാത്രമായി പറഞ്ഞാൽ GDP 8.8% വർദ്ധിച്ചു. വികസിത് ഭാരത് അറ്റ് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരതയുള്ള വേഗത ഇതിനെ എടുത്തു കാണിക്കുന്നുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഒക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ GDP വളർച്ച, ഇന്ത്യയുടെ ആദ്യ പാദത്തിലെ GDP കണക്കുകൾ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. വളർച്ച പ്രതീക്ഷിച്ചതിലും ഗണ്യമായി ശക്തമാണ് എന്നാണ് അവർ പറയുന്നത്. 7.8% ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുന്നു. ഈ ചിത്രം സന്തുലിതമായ ഒരു ആക്കം കാണിക്കുന്നു. അതായത് ഇന്ത്യ കുലുങ്ങില്ല എന്നുള്ളൊരു ആക്കമാണ് കാണിക്കുന്നത്. വിതരണ വശത്ത് ഉൽപ്പാദനവും നിർമ്മാണവും ഏകദേശം 8% വർദ്ധിക്കുന്നു അല്ലെങ്കിൽ വികസിക്കുന്നു. അതേസമയം സേവനങ്ങൾക്ക് 9% മുകളിൽ കുതിക്കുന്നു. എന്നാൽ വെള്ളപ്പൊക്കം മൂലമുണ്ടായ ഖനനത്തിലുണ്ടായ തിരിച്ചടിക്ക് ഫലം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. ഡിമാൻഡ് വശത്തും കഥ വിശാലമായി അടിസ്ഥാനമാക്കിയുള്ളതാണ്. സ്വകാര്യ ഉപഭോഗവും നിക്ഷേപവും 7-8% വരെയും സർക്കാർ ചെലവ് 10% വരെ വർദ്ധിച്ചു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മികച്ച പ്രകടനത്തെയും അനിശ്ചിതമായ ആഗോള പരിതസ്ഥിതിയിൽ സമപ്രായക്കാർക്കെതിരായ അതിൻ്റെ വ്യക്തമായ പ്രകടനത്തെയുമാണ് പ്രതിഫലിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.